ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്ന് നടന്ന നമ്മുടെ HSA ഹയർ സെക്കൻഡറിയിലേക്കുള്ള ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ക്യൂ ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ്, പണം അച്ചടിച്ചിറക്കുന്നു അല്ലേ. ആരുടെ ധർമ്മം അത്? RBIയുടെ ധർമ്മമാണ് ഇത്, രാജ്യത്ത് പണം അച്ചടിച്ചിറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തല്ല, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. രണ്ടാമത്തെ ചോദ്യം: 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ ബി ആണ്, ജയ തിലകാണ്. മൂന്നാമത്തെ ചോദ്യം: പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിക്കൊണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താ? ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ. ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ സിന്ദൂർ. നാലാമത്തെ ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കി നോക്കുക. ശരിയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഒന്ന് ജസ്റ്റ് വരഞ്ഞു വെച്ചിട്ട് അതിനുശേഷം ആൻസർ എഴുതാൻ പോവാം. ഒന്നാമത്തെ എന്താ, 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലൂടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഇത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയാണ്. അതും എന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3, 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. തെറ്റാണ്, 10 ലക്ഷം ആയിരുന്നു കേട്ടോ. അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ എ ആണ്, 1, 2 എന്നിവ ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 1, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്താനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 30 മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 26. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അല്ലെങ്കിൽ ബഹുമതികൾ നിർത്തലാക്കൽ ഏതാ? ആർട്ടിക്കിൾ 18. അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം ആർട്ടിക്കിൾ 22. ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേര് എന്താണ്? ഓപ്ഷൻ സി ആണ്, BR ഗവായ്. ഓപ്ഷൻ സി, BR ഗവായ്. ഏഴാമത്തെ ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: 1, 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. ശരിയാണ്. 2, ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം തെറ്റാണ്. എത്രയാ? ആർട്ടിക്കിൾ 300A പ്രകാരമാണ് നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ 2 തെറ്റാണ്. 3, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. തെറ്റാണ്. ആരായിരുന്നു? മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്. ഇതിൽ 1 മാത്രമേ ശരിയായ പ്രസ്താവനയുള്ളൂ. എട്ടാമത്തെ ചോദ്യം: താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണെന്ന് കണ്ടെത്തുക. വിദ്യാഭ്യാസം കൺകറന്റ് ആണ്, വനം കൺകറന്റ് ആണ്, പോലീസ് സ്റ്റേറ്റ് ആണ്, ഇൻഷുറൻസ് ആണ് ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി താഴെ തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട്. 61ാമത്തെ ഭരണഘടനാ ഭേദഗതി ഏതാ? ഓപ്ഷൻ ഡി ആണ്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ച ഭേദഗതി 61. 74ാമത്തെ ഭേദഗതി ഏതാ? നഗരപാലിക അല്ലെ, നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് സംബന്ധിക്കുന്നതാണ് 74. 91ാമത്തെ ഏതാ? മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് ഏത്? 91ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യം: കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ 2024 കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരായിരുന്നു? ഷാജഹാൻ കേട്ടോ. ആരായിരുന്നു? ഷാജഹാൻ ആണ്. ഇനി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗവർണർ ആണ്. 12ാമത്തെ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച INCയുടെ സമ്മേളനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ലാഹോർ സമ്മേളനമാണ്.
13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി, പ്രത്യക്ഷം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പിരിക്കുന്നത് ഏതൊക്കെയാ? വ്യക്തിഗത ആദായ നികുതിയും അതുപോലെ കോർപ്പറേറ്റ് നികുതിയുമാണ് അല്ലെ. 1ഉം 2ഉമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, ഗ്രാമപ്രദേശങ്ങളിൽ 100 ദിവസത്തെ തൊഴിൽ, ശരിയാണ്. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട വിഭവ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തെറ്റാണ്. 3ാമത്തെ ശരിയാണ്. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 15ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ സർക്കാരിന്റെ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ധനനയവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് 1, സാമ്പത്തിക സ്ഥിതി കൈവരിക്കുക, ധനനയവുമായി ബന്ധപ്പെട്ടതാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ശരിയാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക, ഓപ്ഷൻ ബി. 1ഉം 2ഉം 3ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? വിക്രം മിശ്രിയാണ്. ഓപ്ഷൻ എ ആണ്, വിക്രം മിശ്രിയാണ്. 17ാമത്തെ ചോദ്യം, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ ആണ്, പ്രചോദനം പദ്ധതിയാണ്. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാ? ഓപ്ഷൻ ഡി, ന്യൂഡൽഹി. 19ാമത്തെ ചോദ്യം, എന്താണ് ക്യൂണിക്കൾച്ചർ? എന്താ? മുയൽ വളർത്തല്ലേ, മുയൽ വളർത്തുന്നതാണ് ഇത് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം, റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, കോശ കേന്ദ്രം കണ്ടെത്തിയത് അല്ലേ, ആരാ? റോബർട്ട് ബ്രൗൺ ആണ്. 21ാമത്തെ ചോദ്യം, എന്താണ് പിനങ്ക സപ്റ്റേറിയ? പിനങ്ക സപ്റ്റേറിയ എന്ന് പറയുന്നത് എന്താ? ഒരു അപൂർവ ഇനം ഈന്തപ്പനയാട്ടോ. ഓപ്ഷൻ എ ആണ്, ഈന്തപ്പനയാണ്. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു തരം പ്രോട്ടീൻ ഏതാ? ഗ്ലോബുലിൻ അല്ലെ, ഓപ്ഷൻ ബി ആണ്, ഗ്ലോബുലിൻ ആണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാ? ബാക്ടീരിയ രോഗം അല്ലാത്തത് മീസിൽസ്. ഇനി 24, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായിട്ടുള്ള സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് ഏതാ? ആർദ്രമാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. ഇനി ജിയുടെ മൂല്യം, അതായത് ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയായിരിക്കുമ്പോഴാണ്? എവിടെയാ? ധ്രുവ പ്രദേശങ്ങളിലാണ്. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ഫലമാണ് ഏത്? ശ്യാനഫലം എന്ന് പറയുന്നത്. 28ാമത്തെ ചോദ്യം, സമവർത്തുള ചലനത്തില് മാറ്റമില്ലാതെ തുടർന്ന് താഴെ പറയുന്നവയിൽ ഏതാ? ഓപ്ഷൻ എ ആണ്, വേഗതയാണ്. 29ാമത്തെ ചോദ്യം, ലോക ബാങ്ക് പ്രസിഡന്റായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാര? ഓപ്ഷൻ ഡി, അജയ് ബംഗ. 2023 സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. 31ാമത്തെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്ന ആരാ? ഹെൻറി മോസ്ലി ആണ്. 32ാമത്തെ ചോദ്യം, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളിയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ, ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിർവീര്യ ലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അസിഡിറ്റി സ്വഭാവം കാണിക്കും. അസിഡിറ്റി ആണെങ്കിൽ ഏതായിരിക്കും? 7-ൽ കുറയുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, 7-നേക്കാൾ കുറയുന്നു. 34, 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഒരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം 2024 രസതന്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചവരാണ് ആരൊക്കെ? ഡെമിസ് ഹസാബീസും ജോൺ ചെമ്പറും ഡേവിഡ് ബേക്കറും. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാ? ഓപ്ഷൻ സി ആണ്, ഡേവിഡ് ബേക്കർ ആട്ടോ. ആരാ? ഡേവിഡ് ബേക്കറിനാണ്. 35ാമത്തെ ചോദ്യം, ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ ആണ്, IUCN ആണ്. 36ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഒന്നാമത്തത് ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. ഓപ്ഷൻ
എ ആണ്. എ ശരിയാണ്, ബി ശരിയല്ല എന്നുള്ള 36 ഓപ്ഷൻ എ ആണ് ആൻസർ. 37 ആൻസർ ഇല്ല. 5 വിക്കറ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ 3 വിക്കറ്റ് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ആൻസർ ഇല്ല. 38ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഇതിലെന്താ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. 39ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. തന്നിരിക്കുന്നതിൽ രണ്ടും എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ്. എയും ബിയും എന്താണ് ശരിയല്ല. വിഗതകുമാരൻ റിലീസ് ചെയ്ത വർഷം 1938 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതാ വർഷം? 1928 ഏത് റിലീസ് ചെയ്യുന്നത്? വിഗതകുമാരന് റിലീസ് ചെയ്യുന്നത്. ഇനി 40ാമത്തെ ചോദ്യം, 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗുമായിരുന്നു. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 41ാം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. ശരിയാണ്. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമാണ് കേരള കേസരി. തെറ്റാണ്. കേരള കേസരി ആരെ പത്ര? വേങ്ങയിൽ കുഞ്ഞിരാമന്റെ പത്രമാണ് ഇത് കേരള കേസരി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ എ ആണ്. എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. 42ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ചത് യോഗക്ഷേമ സഭ നിലവിൽ വന്നത് ഏതാ വർഷം? 1908. ശരിയാണ്. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിച്ചത്. ശരിയാണ്. എയും ബിയും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി ഡാഷിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. എന്തിനാ? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ് ഏത്? നമ്മുടെ ആന്റി വൈറസ് എന്ന് പറയുന്നത്. 44ാമത്തെ ചോദ്യം, കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകൾ എന്തെന്ന് പറയും? സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയും. 45ാമത്തെ ചോദ്യം, എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായിട്ട് കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 46ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ്. മലപ്പുറമാണ്. 47, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാ? ടെക്നോ പാർക്ക് തിരുവനന്തപുരം. 48ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 49, ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്. 50ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ചിട്ട് ശരി അല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. 51, 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത് ഏതാ? ഓപ്ഷൻ ബി ആട്ടോ. ഏതാ? ഓപ്ഷൻ ബി ആണ്. 52ാമത്തെ ചോദ്യം, 2005 ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായിട്ടോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുന്നത് വിലക്കിക്കൊണ്ട് ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്. സംരക്ഷണ ഉത്തരവാണ്. 53, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം. 54, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 55ന്റെ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ എ ആണ്. 56, താഴെ തന്നിരിക്കുന്നതിൽ വലുത് ഓപ്ഷൻ ഡി ആണ്. 57, ഒരു പെൻസിലിന്റെ വില 4.54 ആയാൽ അതുപോലെ 10 പെൻസിലുകളുടെ വില എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു പ്രത്യേക കോഡിൽ റീഡ് എഴുതിയാൽ പെയ്ഡ് എങ്ങനെ പെയ്ഡ് അല്ല അല്ലെ RIPE എങ്ങനെ എഴുതാൻ കഴിയും? ഏതാ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 59, ഓറിയൽ റൂം ആണെങ്കിൽ 1010 ഏതാ? 1010 എന്ന് പറഞ്ഞാൽ എന്താ? അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? 1010 എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഓപ്ഷൻ സി ആണ്. മസിൽസ് ആണ്.
60ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആണ് പടിഞ്ഞാറ്. 61ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 202 202. തന്നിരിക്കുന്നതിൽ ഒറ്റയാൻ ഏതാ? തന്നിരിക്കുന്നതിൽ 7ന്റെ ക്യൂബാണ് 343. ബാക്കിയൊന്നും എന്തല്ല ക്യൂബല്ല. തുക ബൈ എണ്ണം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും. ഓപ്ഷൻ സി ആണ് 210 എത്രയാ? 1024 അല്ലേ? അപ്പോൾ A5 ആണ് ആൻസർ വരുന്നത്. ഇനി ഇംഗ്ലീഷ് ആണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് അല്ലേ? ഗോ ഫസ്റ്റ് ഫോം ആണ്. അപ്പോൾ ഏത് വരണം? ഡോണ്ട് വരണം അല്ലേ? ഡു ഡസ് ഡിഡ് എന്ന് വരും. അപ്പോൾ നമ്മൾ ഗോ വെന്റ് ഗോൺ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഏത് വരും? ഡു ഫോം ആണ്. ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഏതാ? ഇൻട്രസ്റ്റഡ് ഇൻ അല്ലേ വരും അല്ലേ? ഇൻട്രസ്റ്റഡ് ഇൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇനി ഐ ഹാവ് ബീൻ ലിവിങ് ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years അല്ലേ? ഫോർ ദ ലാസ്റ്റ് 10 years. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. ഫസ്റ്റ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. 69 വൺ ഓഫ് ദ ബോയ്സ്. വൺ ആണ് അല്ലേ? വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആണ്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ്സ്. ഡ്രസ്സ് എന്താ ചെയ്യുന്നത്? പുട്ട് ഓൺ ടു വിയർ അല്ലേ? പുട്ട് ഓൺ ടു വിയർ ആണ്. 72 ദ ആന്റോണിയം ഓഫ് ദ അമേച്ചർ എന്ന് പറയുന്നത് എന്താ? പ്രൊഫഷണൽ അല്ലേ? പ്രൊഫഷണൽ ആണ്. ഹി ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ദ കൗൺസിൽ അല്ലേ? കൗൺസിൽ. മറ്റേ കൗൺസിൽ എന്താ? കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കൂലേ? അതാണ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇവിടെ എന്താ? സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ? കൗൺസിലാണ്. 74 ദ സിനോണിം ഓഫ് ദ എമിയബിൾ എന്താ വരുന്നത്? ഫ്രണ്ട്ലി അല്ലേ? ഫ്രണ്ട്ലി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഫ്രണ്ട്ലി ആണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പദം അതിഥി ശരിയാണ്. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് മോദിനി, അവനി, ധരണി അതൊക്കെ എന്താണ്? ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. അല്ലാത്തത് ജനനിയാണ്. അങ്കുശം. അങ്കുശം നിരങ്കുശം ആട്ടെ. ഏതാ? ഓപ്ഷൻ ബി ആണ്. നിരങ്കുശമാണ്. അങ്കുശം നിരങ്കുശം. ഇനി കൺ അധികം നീർ എന്താ? കണ്ണീർ. ഓപ്ഷൻ ബി കണ്ണീരാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാ? മുതിർന്നവരെ നാം ബഹുമാനിക്കണം. ഇനി പ്രത്യുപകാരം എങ്ങനെയാ പിരിച്ചിരുന്നത്? പ്രതി അധികം ഉപകാരം. പ്രതി അധികം ഉപകാരം. 81ാമത്തെ ചോദ്യം ആസ് ദ സീഡ് സോ ദി സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് ഗുണം 10 ഗുണം. ഓപ്ഷൻ ഡി വിത്ത് ഗുണം 10 ഗുണമാണ്. PSC ചോദിച്ചും അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? കവി ഏതാ? കവയിത്രി. ഓപ്ഷൻ സി ആണ് കവയിത്രി. 83 താഴെ കൊടുത്തിരിക്കുന്ന അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത്. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ആൺകുട്ടികൾ. അതിലെന്തുണ്ട്? ലിംഗമുണ്ട്. സലിംഗമാണത്. അപ്പൊ ഇത് 84 അറിയാനുള്ള ആഗ്രഹം എന്താ? ജിജ്ഞാസ എന്ന് പറയും. ബൂർബൺ രാജവംശം ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രാൻസ് ആണ്. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായിട്ടുള്ള പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാ? പാൻസ്ലാവ് പ്രസ്ഥാനം സെർബിയയിലാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാ? വാഗ്ഭടാനന്ദനാണ്. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാരാ? റാഷ് ബിഹാരി ബോസ് അല്ലേ? റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. സ്വരാജ് പാർട്ടി ലാലാ ഹർദയാൽ. സ്വരാജ് പാർട്ടി CR ദാസ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാല്. ഇനി 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ചിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്. നൃത്തമാണ്. 90ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നീലം കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധി നടത്തിയ സമരം ഏതാ? ചമ്പാരൻ ഇസ് റൈറ്റ്. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. തെറ്റാണ്. അഹമ്മദാബാദിൽ എന്തായിരുന്നു? വ്യവസായമാണ്. ഇപ്പോൾ കർഷകരുമായി ബന്ധപ്പെട്ടല്ല. തെറ്റാണ്. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഗാന്ധി നടത്തിയ സമരമാണ് ഖേദ. തെറ്റ്. ഖേദ എന്തായിരുന്നു? ഒരു കർഷക സമരമാണ്. ഇനി എന്താ? സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കാൻ ആവശ്യപ്പെട്ടു. ഇറ്റ്സ് റൈറ്റ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ശരിയാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശമാണ് നീലഗിരി. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഏത്? തുഷാരം. ശരിയല്ലേ? തുഷാരമാണ്. ഇനി NW3 93ാമത്തെ NW3 PSC എത്രയാണ് ചോദിച്ചു? PSCക്ക് പോലും അറിയില്ല. ഏതാ? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്. 94ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? ചുണ്ണാമ്പ് കല്ലും കൽക്കരിയുമാണ്.
95 ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് സ്ട്രാറ്റസ്. ഓപ്ഷൻ ഡി സ്ട്രാറ്റസ് ആണ്. അനസാഗർ തടാകം ഏത് സംസ്ഥാനത്താണ്? അനസാഗർ എവിടെയാ? രാജസ്ഥാന്. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? വിശ്വേശ്വരയ്യ അല്ലെ, കർണാടകയിലെ വിശ്വേശ്വരയ്യാണ്. ഇനി ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയൊക്കെ എന്താണ്? ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയാണ്. 99 വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ചോദിക്കാം. ഏതാ? ഓപ്ഷൻ എ ആണ്. 9ാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങൾ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക, തെറ്റാണ്. 3 ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, ശരിയാണ്. 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ്.